പ്രിയ വിദ്യാർത്ഥികളെ, +1 പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരാറായി. ജൂലൈ 30-ാം തീയതി റിസൾട്ട് അനൗൺസ് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. +1 പരീക്ഷ എഴുതി എല്ലാവരും വളരെ ആകാംക്ഷയോടാണ് ഈ റിസൾട്ട് നോക്കിയിരിക്കുന്നത്. പ്രധാനമായും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ സ്ട്രീമിലാണ് പ്രധാനമായിട്ടും പരീക്ഷ കുട്ടികളെല്ലാവരും എഴുതിയത്. SSLCയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, ഇവിടെ തിയറി പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 60 മാർക്കുള്ളതിന് 18 മാർക്കും 80 മാർക്കുള്ളതിന് 24 മാർക്കും ആണ് പാസ് മാർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ഫസ്റ്റ് ഇയറിൽ ആരും തന്നെ തോൽക്കുന്നില്ല എന്നുള്ളതാണ്. തോറ്റതായിട്ട് രേഖപ്പെടുത്തുന്നില്ല, മറിച്ച് നോട്ട് അപ് ടു ദ മാർക്ക്. അത് പറയാൻ കാര്യം, 2 വർഷത്തെയും കൂടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടെ മാർക്ക് കണക്കൂട്ടിയാണ് നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 18 36 മാർക്ക് വേണം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 36 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി ജയിച്ചു. അവന് ഫസ്റ്റ് ഇയറിൽ 15 മാർക്ക് കിട്ടിയുള്ളെങ്കിലും പ്രശ്നമില്ല. സെക്കൻഡ് ഇയർ വരുന്നുടനെ ടോട്ടൽ കൂട്ടുന്നുടനെ 36 മാർക്ക് മേടിച്ചെങ്കിൽ അവൻ ജയിച്ചു. ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും 24 മാർക്ക് 48 മാർക്ക് സെക്കൻഡ് ഇയറിൽ മേടിച്ചാൽ ആ കുട്ടി ജയിച്ചു. അപ്പം പറഞ്ഞു വന്നത്, ഫസ്റ്റ് ഇയറിൽ ആരും തോക്കുന്നില്ല. മാർക്ക് അല്പം കുറഞ്ഞാലും പ്രശ്നമില്ല. അത് സെക്കൻഡ് ഇയറിൽ മേക്കപ്പ് ചെയ്ത് എഴുതാൻ ഒന്നുകിൽ സെക്കൻഡ് ഇയറിലെ മാർക്ക് ടോപ്പപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പ്രൊവിഷൻ വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. തിയറി പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. പരീക്ഷാഫലം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെയും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കും. ഒരു വിദ്യാർത്ഥിക്ക് 3 മുതൽ 3 വിഷയങ്ങൾക്ക് വരെ നേരത്തെ ഇമ്പ്രൂവ് ആയിരുന്നു, അതിൽ മാറ്റം ചിലപ്പോൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ പുനർമൂല്യനിർണ്ണയം, റിവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോസ്റ്റാറ്റ് ഇതിലെല്ലാം ഉള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും പരീക്ഷ എഴുതിയ കുട്ടി അവന് മാർക്ക് വന്നപ്പോൾ തീരെ മാർക്ക് കുറഞ്ഞു പോയി, അപ്പം പരീക്ഷ നടത്തിപ്പിലെ നോട്ടത്തിലെ പിഴവ് വല്ലതും ആണെങ്കിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. റിവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോസ്റ്റാറ്റ്, അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ അവൻ്റെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പരിഹരിക്കാനൊരു ശ്രമം നടത്താം. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷാ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് നിശ്ചിത ദിവസത്തിനുള്ളിൽ പരീക്ഷ എഴുതിയ സ്കൂളിൽ നിശ്ചിത ഫീസ് കെട്ടി വയ്ക്കേണ്ടതാണ്. അത് പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് നിങ്ങളെ ആമുഖമായിട്ട് പറയാനുള്ളത്. 18 മാർക്ക് പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്ക് 18 മാർക്കും പ്രാക്ടിക്കലില്ലാത്ത വിഷയങ്ങൾക്ക് 24 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചതായിട്ട് അസ്യൂം ചെയ്യുകയുള്ളൂ. ഒരു കാര്യം ഓർക്ക്, ആരും നിങ്ങൾ തോക്കുന്നില്ല. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ മാർക്കോട് കൂട്ടി വരുമ്പോഴാണ് സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ ഒരു വിഷയം തോറ്റോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്പം കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് അവസരമുണ്ട്. പോരായെങ്കിൽ സെക്കൻഡ് ഇയറിൽ ആ മാർക്ക് കൂടി എഴുതിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അവസരങ്ങളുള്ളപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. +1 റിസൾട്ട് തരുന്ന ചില പ്രധാനപ്പെട്ട സൈറ്റുകളാണ് പറയുന്നത്. ഒന്ന്, കേരള results.nic.in. 2, results.kite.kerala.gov.in. 3, DHSE kerala.gov.in. 4, prd.kerala.gov.in. then results.kerala.nic.in. അപ്പോൾ ഇത്രയും സൈറ്റുകളിലൂടെയാണ് സാധാരണഗതിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഈ സൈറ്റുകളിലൂടെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ തിരക്ക് കൂടാതെ നേരത്തെ തന്നെ നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് റിസൾട്ട് നോക്കാൻ പറ്റും. ഈ റിസൾട്ട് നോക്കി ആരും വിഷമിക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പ്രൂവ്മെൻ്റ് അവസരമുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ പരീക്ഷ എഴുതിയ സ്കൂളിൽ ഫീസ് അടയ്ക്കണം. റീവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ അവസരമുണ്ട്. ഇതൊന്നും പറ്റിയില്ല എങ്കിൽ സെക്കൻഡ് ഇയറിൽ അതിനോട് മേക്കപ്പ് ചെയ്ത് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിച്ചാലും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വിജയിക്കും. ഇതാണ് നമുക്ക് +1 റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.